പത്മ. ഹിമാലയത്തിലെ ഒരു ആശ്രമത്തിൽ ഒരിക്കൽ ഒരു ശിഷ്യൻ പടികളിറങ്ങി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് ഗുരു ദൂരെ നിന്നും കണ്ടു. എന്തിനാവും അവൻ കരയുന്നത് എന്നറിയാനായി ഗുരു ശിഷ്യനെ പിന്തുടർന്ന് നടന്നുകൊണ്ടിരുന്നു. ശിഷ്യൻ നടക്കുന്നു, പിന്തുടർന്ന് ഗുരുവും നടക്കുന്നു. ഗുരു തന്നെ പിന്തുടരുന്നത് ശിഷ്യൻ അറിയുന്നില്ല. അങ്ങനെ ഒടുവിൽ അവൻ ഒരു പാറക്കെട്ടുകളുടെ അടിയിലായി ചെറു പുല്ലുകളുടെ മുകളിൽ വന്നിരുന്നു. അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകുന്നുണ്ട്. എന്നാലും ദൂരെയുള്ള ആകാശത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഗുരു പുറകിലായി വന്ന് കുറച്ചു നേരം ഇരുന്നതും അവന് മനസ്സിലായി ആരോ വന്ന് പുറകിലിരിപ്പുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഗുരുവാണ്. ഗുരു എന്ന് വിളിച്ചു. നീ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു. എന്നെ എല്ലാവരും കളിയാക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. എന്താണ് നിനക്കങ്ങനെ തോന്നാൻ കാരണം? അപ്പോൾ അവൻ അവൻ്റെ മുഖത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. അവൻ്റെ മുഖം ജന്മന ഒരു വശം വളഞ്ഞ ആകൃതിയിലായിരുന്നു. അതായത് ഈ വശം ഒരല്പം താഴുണ്ടായിരുന്നു, വക്രിച്ചായിരുന്നു. ഗുരു ഉടൻ തന്നെ അപ്പോ അഷ്ടാവക്രനോ എന്ന് ചോദിച്ചു. ശിഷ്യൻ അഷ്ടാവക്രനോ എന്നുള്ള സംശയത്തോടുകൂടി ചോദിച്ചു. എന്നിട്ട് അഷ്ടാവക്രൻ്റെ കഥ പറയാൻ തുടങ്ങി. ആ കഥയാണ് ഈ കഥ. അഷ്ടാവക്രൻ തൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ അഷ്ടാവക്രൻ്റെ അച്ഛൻ വേദമന്ത്രങ്ങൾ ഉറക്കെ ചൊല്ലുമായിരുന്നു. അഷ്ടാവക്രൻ ദിവസവും തൻ്റെ അച്ഛൻ്റെ വേദമന്ത്രങ്ങൾ വയറ്റിനുള്ളിൽ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ അഷ്ടാവക്രൻ്റെ മഹാപണ്ഡിതനായ ആ അച്ഛൻ വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഗർഭത്തിലിരുന്നു കൊണ്ട് ഒരു കുഞ്ഞിൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നു. നിർത്തൂ, നിർത്തൂ, ഇതെല്ലാം നിരർത്ഥക ഭാഷണമാകുന്നു. നിർത്തൂ, ഇതെല്ലാം നിരർത്ഥക ഭാഷണമാകുന്നു. ഇതിൽ ജ്ഞാനമായി ഒന്നും തന്നെയില്ല. ശബ്ദങ്ങളുടെ സംഗ്രഹം മാത്രമാണുള്ളത്. ശാസ്ത്രത്തിൽ എവിടെയാണ് ജ്ഞാനമുള്ളത്? ജ്ഞാനം സ്വയത്തിലാണുള്ളത്. ശബ്ദങ്ങളിൽ എങ്ങനെയാണ് സത്യമുണ്ടായിരിക്കുക? സത്യം സ്വയത്തിലാണുള്ളത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിൻ്റെ സ്വരം നിലച്ചു. ഇത് കേട്ടതോടുകൂടി വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്ന അച്ഛന് ദേഷ്യം വന്നു. മുഖം ചുവന്നു. അലറിക്കൊണ്ട് ഗർഭാവസ്ഥയിലുള്ള ആ കുഞ്ഞിനെ നോക്കി അച്ഛൻ ശപിച്ചു. നീ ജനിക്കുമ്പോൾ 8 വക്രങ്ങളായി നിന്റെ ശരീരം ഭവിക്കട്ടെ. നിന്റെ ശരീരത്തിൽ 8 വക്രതകളുണ്ടായി നീ ജനിക്കട്ടെ എന്ന് ശപിച്ചു. ശരിക്കു പറഞ്ഞാൽ അഷ്ടാവക്രൻ ജനിക്കുന്നതിന് മുൻപേ അഷ്ടാവക്ര ഗീത ജനിച്ചു കഴിഞ്ഞു. പിന്നീടാണ് ആ കുഞ്ഞിന് അഷ്ടാവക്രൻ എന്ന പേര് തന്നെ വന്നത്. അതായത് ജനിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ശാപമേറ്റ് 8 വക്രങ്ങളോടുകൂടി ജനിച്ച പുത്രൻ. അങ്ങനെ അഷ്ടാവക്രൻ ജനിക്കുന്നതിന് മുൻപേ അഷ്ടാവക്ര ഗീത ജനിച്ചു. ആ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. ജ്ഞാനം സ്വയത്തിലാണുള്ളത്. ശബ്ദങ്ങളിൽ എങ്ങനെയാണ് സത്യം ഉണ്ടായിരിക്കുക? സത്യം സ്വയത്തിലാണുള്ളത്. ഈ കഥ തൻ്റെ ഗുരുവിൽ നിന്നും കേട്ട ആ ശിഷ്യൻ കണ്ണുനീര് തുടച്ച് പുഞ്ചിരിയോടുകൂടി ഗുരുവേ നമഃ എന്ന് പറഞ്ഞു. പത്മ.